കഥ തുടങ്ങുന്നത് നമ്മുടെ നായകനായ ജോജോ എന്ന 10 വയസ്സുകാരനെ കാണിച്ചുകൊണ്ടാണ്. ജോജോയുടെ ഇമാജിനറി ഫ്രണ്ടായ ഹിറ്റ്ലറിനെയും കാണിക്കുന്നുണ്ട്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ അവസാന നാളുകളിലാണ് ഈ കഥ നടക്കുന്നത്. ഈ 10 വയസ്സുകാരന് ഹിറ്റ്ലറിന്റെ കൂടെ നാസിയായി വർക്ക് ചെയ്യണമെന്നാണ് ആഗ്രഹം. നാസി പട്ടാളക്കാർ ഈ ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഒരു വീക്കെൻഡ് ക്യാമ്പ് നടത്തുന്നുണ്ട്. അതിലേക്ക് ജോജോയും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ യോർക്കി എന്ന പയ്യനും കൂടെ ചെല്ലുകയാണ്. അടുത്ത സീനിൽ ആ വീക്കെൻഡ് ക്യാമ്പ് കാണിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പേരാണ് ക്യാപ്റ്റൻ കെ. ഇദ്ദേഹത്തിന് ഒരു കണ്ണിലെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ട്. കുട്ടികളുടെ യൂണിഫോമിലൊരു കത്തിയുണ്ട്. ആ ആയുധം ഒരിക്കലും കളഞ്ഞു പോകരുത് എന്ന് പറയുന്നു. ഈയുള്ള 2 ദിവസങ്ങളിൽ ക്യാമ്പിൽ കുട്ടികൾക്ക് എന്തൊക്കെയാണ് പഠിപ്പിച്ചു നൽകുക എന്ന് ക്യാപ്റ്റൻ കെ വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ക്യാമ്പിൽ ഇങ്ങനെ അക്രമാസക്തമായി ഈ കുട്ടികൾ പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് ജോജോയ്ക്ക് നല്ല പേടിയാവുന്നുണ്ട്. അവിടുത്തെ ടീച്ചർ ജൂതന്മാരെ കാണാൻ എങ്ങനെയാണ് എന്ന് വരച്ച് കാണിച്ചു കൊടുത്തിട്ട് കുട്ടികളെ ഭയപ്പെടുത്തുകയാണ്. അന്ന് രാത്രി യോർക്കി ചോദിക്കുന്നു, ജോജോ, നിനക്ക് ജൂതന്മാരെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതൊക്കെ പറ്റും, അവരുടെ തലയിൽ കൊമ്പുണ്ടോ? ഞാൻ അവരെ കൊന്നിട്ട് ഹിറ്റ്ലറിന് കൊടുക്കും. എന്നിട്ട് ഞാനും ഹിറ്റ്ലറും ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും. അല്ല ജോജോ, അപ്പം ഞാനല്ലേ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്? യോർക്കി, നീ എൻ്റെ സെക്കൻഡ് ബെസ്റ്റ് ഫ്രണ്ടാണ്, ഹിറ്റ്ലറാണ് ഫസ്റ്റ്. അങ്ങനെ അടുത്ത ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പ് കാണിക്കുന്നു. നമ്മൾ നാസിക്കാർ ഒരിക്കലും ഭയക്കരുതെന്നും കൊല്ലാൻ തയ്യാറാവണമെന്നും പറഞ്ഞു കൊടുക്കുന്നു. പേടിച്ചു നിൽക്കുന്ന ജോജോയെ കാണുന്ന അവർ അവൻ്റെ കയ്യിലേക്ക് ഒരു മുയലിനെ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് ആ മുയലിനെ കൊന്നുകളയാൻ വേണ്ടി ജോജോയോട് പറയുകയാണ്. ജോജോ ചെയ്യില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ മുന്നിൽ വെച്ച് തന്നെ ആ മുയലിനെ കൊന്നുകളയുന്നു. നീ നിന്റെ അച്ഛനെ പോലെ വെറും ഒരു ഭീരുവാണ്, അങ്ങനെ പറഞ്ഞ് എല്ലാവരും കൂടെ അവനെ കളിയാക്കുകയാണ്. അത് കേട്ട് ജോജോ ക്യാമ്പിൽ നിന്ന് ഓടിപ്പോകുന്നു. അവൻ തൻ്റെ വിഷമങ്ങൾ തൻ്റെ ഇമാജിനറി ഫ്രണ്ടിനോട് തുറന്നു പറയുന്നു. എന്നെ കൊണ്ട് പറ്റില്ല, അവർ എന്നെ ആ റാബിറ്റിനോട് കമ്പയർ ചെയ്ത് കളിയാക്കി. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ആൾക്കാർ എന്നെ പറ്റിയിട്ട് മോശം പറയാറുണ്ട്. മുയലൊരിക്കലും ഒരു ഭീരുവല്ല, മുയലിന് നല്ല ധൈര്യവും കരുത്തുമുണ്ട്. നീ റാബിറ്റിനെ പോലെയാണെന്നല്ലേ അവർ പറഞ്ഞത്, നീ എന്നാൽ റാബിറ്റിനെ അയക്കോ? അവൻ്റെ ഇമാജിനറി ഫ്രണ്ട് പറഞ്ഞത് കേട്ട് മോട്ടിവേറ്റായി അവൻ ആ ക്യാമ്പിലേക്ക് തന്നെ ഓടിപ്പോകുന്നു. ഇവിടെ ക്യാമ്പിലാണെങ്കിൽ ക്യാപ്റ്റൻ കെ ഒരു ഗ്രനേഡ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ക്യാമ്പിലേക്ക് ഓടി വന്ന ജോജോ ക്യാപ്റ്റൻ കെയുടെ കയ്യിലുണ്ടായിരുന്ന ഗ്രനേഡ് തട്ടിപ്പറിക്കുകയാണ്. എന്നിട്ടത് എല്ലാവരുടെയും മുന്നിലും എറിഞ്ഞു കാണിക്കാൻ ശ്രമിക്കുന്നു. ആ ഗ്രനേഡാണെങ്കിലോ ഒരു മരത്തിൽ തട്ടി തിരിച്ചു വന്നിട്ട് അവൻ്റെ കാലിന് താഴെ തന്നെ വന്ന് വീഴുകയാണ്. ജോജോ ഗ്രനേഡ് പൊട്ടിയ അപകടത്തിൽ തെറിച്ച് വീഴുകയാണ്. അതുകാരണം അവൻ കുറച്ചു കാലം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അന്നത്തെ അപകടത്തിന് ശേഷം അവൻ നടക്കാൻ ബുദ്ധിമുട്ടുന്നു. അവൻ്റെ മുഖത്ത് വന്നിരിക്കുന്ന മുറിപ്പാടുകളെല്ലാം അവൻ നോക്കുകയാണ്. അമ്മയോട് ഇപ്പോൾ തന്നെ കാണാൻ ഭംഗിയില്ലെന്നും അതുമാത്രമല്ല ഇനി ഒരിക്കലും ഹിറ്റ്ലറിൻ്റെ പേഴ്സണൽ ഗാർഡ് ആവാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. ജോജോയ്ക്ക് ഫാമിലി എന്ന് പറയാൻ അമ്മ മാത്രമാണുള്ളത്. അച്ഛനാണെങ്കിൽ നാട്ടിലില്ല, യുദ്ധത്തിലാണ്. അവനുണ്ടായിരുന്ന ഒരു ചേച്ചി മരണപ്പെട്ടു പോയിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞും അവൻ വിഷമിക്കുന്നുണ്ട്. അമ്മ അവനെ ആശ്വസിപ്പിക്കുന്നു. അടുത്ത സീനിൽ അവൻ്റെ അമ്മ അവന് ഷൂ ലേസ് കെട്ടിക്കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട്. ഈ പ്രവൃത്തിക്ക് ഈ സിനിമയിൽ നല്ലോണം ഇമ്പോർട്ടൻസ് ഉണ്ട്. അടുത്ത സീനിൽ അവൻ്റെ അമ്മ ക്യാപ്റ്റൻ കെനെ കാണാൻ വേണ്ടി പോവുകയാണ്. ക്യാപ്റ്റൻ കെയ്ക്ക് നല്ലൊരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നേരെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ജോജോയ്ക്ക് ഈ അവസ്ഥ വന്നതെന്ന് പറയുന്നു. പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ക്യാപ്റ്റൻ കെ ജോജോയ്ക്ക് ഒരു പോസ്റ്റർ ഒട്ടിക്കാനുള്ള ഒരു ജോലി ഏർപ്പാടാക്കി കൊടുക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് നാസിയെ എതിർത്തവരെയും ജൂതന്മാരെ സംരക്ഷിച്ചവരെയും കൊന്നു തൂക്കിയിരിക്കുന്നതാണ്. അവർ എന്തു ചെയ്തു എന്ന് ജോജോ ചോദിക്കുന്നു. അവരെ കൊണ്ട് കഴിയുന്നതാണ് അവർ ചെയ്തത് എന്ന് അമ്മയും മറുപടി നൽകുന്നു. അടുത്ത സീനിൽ അന്നത്തെ ജോലി കഴിഞ്ഞ് ജോജോ വീട്ടിലെത്തിച്ചേരുന്നു. മുകളിലെ നിലയിൽ അവനൊരു ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൻ തൻ്റെ ചേച്ചി താമസിച്ചിരുന്ന മുറിയിൽ കയറി നോക്കുന്നു. ഇതായിരുന്നു അവൻ്റെ ചേച്ചി ഇങ്ക. അവൻ ആ സമയം അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു മുറി കണ്ടെത്തുന്നു. അവൻ ആ മുറിയിൽ കയറി നോക്കുമ്പോൾ കാണുന്നത് ഒരു ജൂത പെൺകുട്ടി അതിനുള്ളിൽ ഇരിക്കുന്നതാണ്. ജോജോ ഇത് കണ്ട് പേടിച്ചലറി ജീവനും കൊണ്ട് ഓടുകയാണ്. എന്നാൽ അവന് ആക്സിഡൻ്റ് ആയതിനു ശേഷം സ്പീഡിൽ ഓടാൻ കിട്ടുന്നില്ല. ആ പെൺകുട്ടി അവനെ പിടിച്ചു മാറ്റി നിന്റെ രക്തമൊക്കെ കുടിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു. അവൻ്റെ കയ്യിൽ ആകെ ആയുധമായി ഉണ്ടായിരുന്നുള്ള ആ കത്തിയും അവൾ സ്വന്തമാക്കുന്നുണ്ട്. ഞാൻ ജൂയിഷാണ്, നിന്റെ അമ്മയാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. നീ എൻ്റെ കാര്യം പുറത്തു പറഞ്ഞാൽ എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ നിന്റെ അമ്മയും നീയും കൊല്ലപ്പെടും. നമ്മൾ പരിചയപ്പെട്ട കാര്യം നിന്റെ അമ്മയോട് പറഞ്ഞാൽ ഞാൻ നിന്നെ കൊല്ലും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജോജോയിനെ ഭീഷണിപ്പെടുത്തുകയാണ്. അടുത്ത സീനിൽ അവൻ കുറച്ച് പ്രൊട്ടക്ഷൻസ് ഒക്കെ ആയിട്ട് ആ മുറിയിൽ പോയി നിൽക്കുന്നുണ്ട്. അവൻ്റെ ഇമാജിനറി ഫ്രണ്ട് നൽകിയ സപ്പോർട്ടിലാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല, താമസിക്കാൻ മറ്റൊരു സ്ഥലം കണ്ടെത്തണം. ഇങ്ങനെയൊക്കെ ജോജോ ആവുന്ന വിധത്തിൽ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ ആ പെൺകുട്ടി അവനെ ഭയപ്പെടുത്തി അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു കത്തി സ്വന്തമാക്കിയിട്ട് അവനെ ഓടിച്ചു വിടുകയാണ് ആ റൂമിൽ നിന്ന്.
അന്ന് രാത്രി ഈ നടന്ന സംഭവങ്ങളൊന്നും അറിയാതെ അവൻ്റെ അമ്മ വീട്ടിലെത്തിച്ചേരുന്നു. ഞാനിന്ന് അവളുടെ ശബ്ദം കേട്ടു. ജോജോ ഇത് പറഞ്ഞത് കേട്ട് അമ്മ ഷോക്കായി പോകുന്നുണ്ട്. അവളുടെയോ? ആരുടെ? ചേച്ചി ഇങ്കയുടെ. അവളുടെ ആത്മാവിൻ്റെ ശബ്ദമാണ് ഞാൻ കേട്ടത്. കൂടാതെ മുകളിൽ നിന്നും പല ശബ്ദങ്ങൾ കേൾക്കാറുണ്ട്. ആ, അത് ശരിയാ. മുകളിൽ കുറെ എലികളുണ്ട്. അവറ്റകൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. നീ മുകളിലേക്കൊന്നും പോകണ്ട. ഇങ്ങനെയൊക്കെ അമ്മ ജോജോയിനോട് പറയുന്നു. ഈ അമ്മയുടെ പേര് റോസി എന്നാണ്. ഈ ജൂയിഷ് പെൺകുട്ടിയുടെ പേര് എൽസ എന്നും. അന്ന് രാത്രി റോസി എൽസയെ കാണുന്നു. നീ അധികം ശബ്ദമുണ്ടാക്കരുത്. ജോജോ അറിഞ്ഞാൽ നാസിക്കാരും അറിയും. സൂക്ഷിക്കാനായി റോസി പറയുന്നു. അടുത്ത ദിവസം ജൂതന്മാരെ കണ്ടാൽ എന്തു ചെയ്യണം എന്ന് ജോജോ ക്യാപ്റ്റൻ കെയോട് ചോദിക്കുന്നു. ആ വിവരം ഞങ്ങളെ ഉടനെ അറിയിക്കണം. ഞങ്ങൾ ആ ജൂതന്മാരെയും അവരെ സഹായിച്ചവരെയും കൊന്നുകളയും. ഇതായിരുന്നു ക്യാപ്റ്റൻ കെയുടെ മറുപടി. അടുത്ത സീനിൽ ഈ എൽസയുടെ കൂടെ താൻ പെട്ടുപോയല്ലോ എന്ന് തിരിച്ചറിയുന്ന ജോജോ ഒരു ഒത്തുതീർപ്പിൽ എത്തിച്ചേരുന്നു. നിനക്കിവിടെ താമസിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ. നിന്റെ ജൂതവംശത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നീ എനിക്ക് പറഞ്ഞു തരണം. ഞങ്ങൾ നിങ്ങളെപ്പോലെ തന്നെയാണ്, പക്ഷേ മനുഷ്യരാണെന്ന് മാത്രം. നിന്റെ ചേച്ചി ഇങ്കയും ഞാനും സുഹൃത്തുക്കളായിരുന്നു. നീ അന്ന് ചെറിയ കുട്ടിയായിരുന്നു. അതൊക്കെ വിട്. ജൂതവംശത്തെക്കുറിച്ച് പറ. ഞങ്ങൾ രാക്ഷസന്മാർക്ക് പൈസ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇഷ്ടമല്ലാത്തത് ഭക്ഷണമാണ്. നിനക്കെന്നെ കൊല്ലാൻ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ഭക്ഷണം തന്നാൽ മതി. അവസാനം ഇവർ രണ്ടുപേരും തമ്മിൽ തർക്കമുണ്ടാവുന്നുണ്ട്. ആര്യവംശക്കാർ സ്ട്രോങ് ആണെന്നും ജൂതന്മാർ വെറും വീക്ക് ആണെന്നും ഒക്കെ ജോജോ പറയുന്നു. അതല്ല സത്യാവസ്ഥ എന്ന് എൽസിയും കാണിച്ചു കൊടുക്കുന്നു. അടുത്ത സീനിൽ ജർമ്മനി യുദ്ധത്തിൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് റോസി ജോജോയോട് പറയുന്നു. റോസി ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നത് കണ്ട് ജോജോ അതിനെപ്പറ്റി തിരക്കുന്നു. എനിക്കിന്ന് വിശപ്പ് തോന്നുന്നില്ല എന്ന് റോസി പറയുന്നു. യാഥാർത്ഥ്യത്തിൽ അവൾ ആ ഭക്ഷണം എൽസിക്ക് കൊടുക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്കിന്ന് നല്ല വിശപ്പുണ്ട്, അത് കാരണം ഞാനിതെടുക്കുന്നു എന്ന് ജോജോ പറയുകയാണ്. എന്നിട്ട് ആ ഫുഡ് എടുത്ത് കഴിക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അച്ഛനുണ്ടായിരുന്നെങ്കിൽ മനസ്സിലാക്കിയേനെ എന്ന് പറയുന്നു. ജോജോ തൻ്റെ അച്ഛനെ കാണണമെന്ന് പറയുമ്പോൾ റോസി അവൻ്റെ അച്ഛൻ്റെ വേഷം കെട്ടി നിൽക്കുന്നു. നിന്റെ അമ്മ നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഞാനിവിടെ ഇല്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ റോസിയെ നീ വേണം നോക്കാൻ എന്ന് അവൻ്റെ അച്ഛൻ്റെ വേഷം കെട്ടി പറയുന്നു. അമ്മയെ നോക്കിക്കോളാം എന്ന് ജോജോയും. അതിനുശേഷം അവർ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്ത് അന്നത്തെ ദിവസം കടന്നുപോകുന്നു. പിറ്റേന്ന് ജോജോ എൽസയെ വിളിച്ച് ഈ ജൂതന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ ചിത്രം വരച്ചു തരാൻ പറയുന്നു. നീ ശരിക്കും പൊട്ടനാണ് ജോജോ. നീ എന്തിനാ എൻ്റെ കൂടെ ഇരിക്കുന്നേ? നിനക്കെന്താ വേറെ ഫ്രണ്ട്സൊന്നുമില്ലേ? എനിക്ക് യോർക്കി എന്ന ഫ്രണ്ടുണ്ട്. നിനക്കാണ് ആരും ഇല്ലാത്തത്. എനിക്ക് നേത്തനുണ്ട്. നേത്തൻ എൻ്റെ ഫിയാൻസയാണ്. അവൻ വന്ന് എന്നെ രക്ഷിക്കും. എന്നിട്ട് ഞങ്ങൾ പാരീസിൽ പോയി ജീവിക്കും. ഒരു ദിവസം നിനക്ക് ഒരു ഗേൾഫ്രണ്ടിനെ കിട്ടും. അപ്പോൾ പ്രണയം എന്താണെന്ന് നീയും തിരിച്ചറിയും. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ വരച്ച ചിത്രം ജോജോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു. നീ എന്തിനാ എൻ്റെ തലയുടെ ചിത്രം വരച്ചിരിക്കുന്നേ? അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത് എന്ന് എൽസ മറുപടി നൽകി. അടുത്ത സീനിൽ ജോജോ ഒരു ലൈബ്രറിയിൽ നിന്ന് കത്തെഴുതുന്നത് കാണിക്കുന്നുണ്ട്. വീട്ടിൽ വന്ന് എൽസയോട് നേത്തനിൽ നിന്നും ഒരു ലെറ്റർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അത് ജോജോ വായിച്ചു കൊടുക്കുകയാണ്. എനിക്കിനി നിന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാൻ പുതിയൊരു പെൺകുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നു. ഐ എം സോറി എന്നൊക്കെയാണ് കത്തിൽ എഴുതിയിട്ടുള്ളത്. ഇത് കേട്ട് സങ്കടമാവുന്ന എൽസ മുറിയിൽ കയറി കതകടയ്ക്കുന്നു. ഇതുകൊണ്ട് എന്തു ചെയ്യണമെന്നറിയാത്ത ജോജോ ഒരു രണ്ടാമത്തെ ലെറ്റർ എഴുതുന്നു. അത് ജോജോ വായിച്ചു കൊടുക്കുന്നു. ഞാൻ നീയുമായി ബ്രേക്കപ്പ് ചെയ്യുന്നില്ല. നീ ജീവനോടെ സുരക്ഷിതയായി തന്നെ ഇരിക്കണം. അവിടെ താമസിക്കുന്ന ജോജോ എന്ന പയ്യൻ നിന്നെ നോക്കും. അതുകൊണ്ട് നീ വറീഡ് ആവണ്ട എന്നൊക്കെയാണ് ആ ലെറ്ററിൽ എഴുതിയിട്ടുള്ളത്. അടുത്ത സീനിൽ ജോജോയും റോസിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. റോസി പ്രണയത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം നീ നിന്റെ പ്രണയത്തെ കണ്ടെത്തും. എന്നാൽ ജോജോ ഈ പ്രണയം എന്നത് എന്തൊരു പൊട്ടത്തരമാണെന്ന് പറയുന്നു. പൊട്ടൻ നീയാണ് ജോജോ എന്ന അമ്മയും. ജോജോയുടെ ഷൂലേസ് അഴിഞ്ഞത് കാണുന്ന റോസി അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. നിനക്ക് പ്രണയം എന്ന ഫീൽ വരുമ്പോൾ നിന്റെ വയറ്റിൽ ബട്ടർഫ്ലൈ പറക്കുന്നത് പോലെ തോന്നും. ജർമ്മനി എന്തായാലും യുദ്ധത്തിൽ തോൽക്കും. ഒരു 10 വയസ്സുകാരൻ യുദ്ധത്തെക്കുറിച്ചല്ല ഓർക്കേണ്ടത്. ഇത് കളിച്ച് നടക്കേണ്ട പ്രായമാണ്. നമ്മുടെ ജീവിതം ഒരു ഗിഫ്റ്റാണ്. അത് സെലിബ്രേറ്റ് ചെയ്യണം. ഡാൻസ് ചെയ്ത് ദൈവത്തിനോട് നന്ദി അറിയിക്കണം എന്ന് റോസി ജോജോയോട് പറയുന്നു. അടുത്ത സീനിൽ എൽസയെയും ജോജോയെയും കാണിക്കുന്നു. ഞങ്ങൾ പണ്ട് ഗുഹയിലായിരുന്നു താമസിച്ചിരുന്നത്. മാജിക് പഠിച്ച ശേഷമാണ് ഗുഹയ്ക്ക് വെളിയിൽ വന്നത്. ചിലർ ഗുഹയിൽ തന്നെ തുടർന്നു എന്ന് എൽസ പറയുന്നു. എന്നിട്ട് അവരുടെ ചിത്രം വരച്ചു കൊടുക്കുന്നു. ജോജോയ്ക്ക് എൽസയെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. എൽസ താൻ വരച്ച ചിത്രം കാണിച്ചു കൊടുക്കുന്നു. അല്ല, അപ്പോൾ നിന്റെ തലയിലെ കൊമ്പെവിടെ? ഓ, ഞാൻ ചെറുതാണ്, എനിക്ക് കൊമ്പ് വരാനായിട്ടില്ല. പിന്നെ ഞങ്ങൾക്ക് മനസ്സൊക്കെ വായിച്ചെടുക്കാൻ സാധിക്കും.
തിളങ്ങുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഭംഗിയില്ലാത്തതും ഇഷ്ടമാണെന്നറിയാം എന്ന് ജോജോ പറയുന്നു. അത് പറഞ്ഞതിനു ശേഷം അവൻ്റെ മുഖം അവൻ കണ്ണാടിയിൽ നോക്കുകയാണ്. അടുത്ത സീനിൽ അവൻ തൻ്റെ ഇമാജിനറി ഫ്രണ്ടിനോട് എന്നെ കാണാൻ ഭംഗിയില്ലല്ലോ എന്ന് ചോദിക്കുന്നു. ഇല്ല എന്ന് ഫ്രണ്ടും പറയുന്നു. ഇവിടെ റോസിയും എൽസയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എന്നെ ഇങ്കയെ ഓർമ്മപ്പെടുത്തുന്നു. അവൾ വളർന്ന ഒരു സ്ത്രീയാവുന്നത് കാണണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് നിന്നെ നോക്കാലോ. ഒരു സ്ത്രീയായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന് തനിക്കറിയില്ലെന്ന് എൽസ പറയുന്നു. നിനക്ക് വണ്ടി ഓടിക്കാം, ഡയമണ്ടൊക്കെ ധരിക്കാം, ഗണ്ണ് ഉപയോഗിക്കാം, മൊറോക്കോയിലേക്കൊക്കെ ട്രാവൽ ചെയ്യാം, പുതിയ ലവേഴ്സിനെയൊക്കെ കിട്ടും. നീ പൂർണ്ണമായ ഒരാളെ വിശ്വസിക്കും. ഒരാളെ വിശ്വസിക്കാൻ പറ്റുമോ എന്നെങ്ങനെ അറിയും? നീ ആ വ്യക്തിയെ വിശ്വസിക്കും, അത്ര തന്നെ എന്ന് റോസിയും പറയുന്നു. അടുത്ത ദിവസം ക്യാപ്റ്റൻ കെ എന്തിനാണ് ഇങ്ങനെ ജ്യൂസിനെ പറ്റി ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് എന്ന് ജോജോയോട് ചോദിക്കുന്നു. താൻ ജൂതന്മാരെക്കുറിച്ച് ബുക്ക് എഴുതുന്നുണ്ട് എന്ന് ജോജോ പറയുന്നു. അന്ന് ജോജോയ്ക്ക് കിട്ടിയ ജോലി മെറ്റലൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെറ്റൽ കളക്ട് ചെയ്യുന്ന സമയത്ത് അവൻ അവൻ്റെ അമ്മയെ കാണുന്നുണ്ട്. റോസി ഒരു പേപ്പർ വഴിയരികിൽ വെച്ചിട്ട് പോകുന്നു. അത് കാണുന്ന ജോജോ ആ പേപ്പർ എടുത്ത് വായിച്ചു നോക്കുന്നുണ്ട്. ഫ്രീ ജർമ്മനി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. വഴിയിൽ അവൻ യോർക്കിയെ കണ്ടുമുട്ടുന്നു. യോർക്കി ഒരു പട്ടാളക്കാരനായി മാറിയിരിക്കുകയാണ്. താനൊരു ജൂയിഷിനെ കണ്ടുമുട്ടിയ കാര്യം യോർക്കിയോട് പറയുന്നു. ഞാനും ഒരു ജൂയിഷിനെ കണ്ടിട്ടുണ്ട്. അവരെ കാണാൻ നമ്മളെ പോലെ തന്നെയാണ് എന്ന് യോർക്കി പറയുന്നു. അടുത്ത സീനിൽ എനിക്കൊരു പെൺകുട്ടിയെ ഉമ്മ വയ്ക്കാൻ സാധിക്കില്ല എന്ന് ജോജോ പറയുന്നു. അതൊക്കെ നടക്കും. എന്താ ഞാൻ നിന്നെ ഉമ്മ വയ്ക്കണോ? ജൂയിഷും നാസിയും ഒരുമിച്ചിരിക്കുന്നതേ തെറ്റാണ്, പിന്നെയാണ് ഉമ്മ വയ്ക്കുന്നത്. നീ നാസി അല്ല ജോജോ, നീ വെറും 10 വയസ്സുകാരനാണ്. വെറുതെ വേഷം കെട്ടി നടക്കുന്നു എന്ന് മാത്രം. നീ അവരെ പോലെയല്ല എന്ന് എൽസ പറയുന്നു. എന്നിട്ട് കണ്ണാടിയിൽ നോക്കി തന്നെ കാണാൻ വൃത്തിയില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് കുറെ കാലത്തിന് ശേഷം അവൾ കുളിച്ചൊരുങ്ങുന്നുണ്ട്. ജോജോയ്ക്കാണെങ്കിൽ വയറ്റിൽ പൂമ്പാറ്റയുടെ ഫീൽ വരുന്നുണ്ട്. ജോജോയുടെ ഫാമിലി ഫോട്ടോ നോക്കി നിൽക്കുകയാണ് എൽസ. അപ്പോഴാണ് ആരോ കതകിൽ തട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. ജോജോ വാതിൽ തുറക്കുന്നതിനുള്ളിൽ അവൾ പോയി ഒളിക്കുന്നുണ്ട്. വെളിയിൽ കുറച്ച് ഓഫീസേഴ്സ് വന്ന് നിൽക്കുന്നു. ഇൻസ്പെക്ഷന് വേണ്ടി വന്നതാണ് എന്ന് അറിയിക്കുന്നു. അവർ വീട് മുഴുവൻ അരിച്ചു പെറുക്കുകയാണ്. അപ്പോഴാണ് ക്യാപ്റ്റൻ കെ വരുന്നത്. ഓഫീസേഴ്സ് വന്നതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ജോജോയിനെ കാണാൻ വേണ്ടി വന്നതാണ് എന്ന് ക്യാപ്റ്റൻ കെ പറയുന്നു. അപ്പോഴാണ് മേലെ ഒരു സൗണ്ട് കേൾക്കുന്നത്. അവർ മുകളിലും തിരഞ്ഞു നോക്കുന്നു. ജോജോയുടെ അമ്മയെക്കുറിച്ച് ആ ഓഫീസർ അന്വേഷിക്കുന്നുണ്ട്. അമ്മ ഈയിടെയായിട്ട് ബിസിയാണെന്നും ഇപ്പോൾ ചിലപ്പോൾ ടൗണിലായിരിക്കുമെന്നും ജോജോ പറയുന്നു. ജോജോയുടെ യൂണിഫോമിലെ കത്തി എവിടെ എന്ന് ആ ഓഫീസർ അന്വേഷിക്കുന്നു. ആ കത്തി തൻ്റെ പക്കലുണ്ട് എന്ന് പറയുന്നത് എൽസയാണ്. തൻ്റെ പേര് ഇങ്ക ആണെന്നും അവൻ്റെ ചേച്ചിയാണെന്നും കള്ളം പറയുന്നു. ഇങ്ക എന്തിനാണ് കത്തി കൈക്കലാക്കിയിരിക്കുന്നത് എന്ന് ആ ഓഫീസർ ചോദിക്കുന്നു. തൻ്റെ റൂം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് എൽസ പറയുന്നു. അങ്ങനെ ഇൻസ്പെക്ഷന് വന്നവർ ആ മുറിയും സെർച്ച് ചെയ്യുകയാണ്. എന്നിട്ട് എൽസയോട് അവളുടെ പേപ്പേഴ്സൊക്കെ ചോദിക്കുന്നു. അവൾ ഒരുപാട് തിരഞ്ഞ് അവസാനം ഒരു ബുക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് വാങ്ങിക്കുന്നത് ക്യാപ്റ്റൻ കെ ആണ്. ആ ബുക്കിലുള്ള ഫോട്ടോ നോക്കിയിട്ട് ഇത് എപ്പോഴെടുത്തതാണ് എന്ന് ക്യാപ്റ്റൻ കെ ചോദിക്കുന്നു. 3 കൊല്ലം മുന്നേ തനിക്ക് 14 വയസ്സുള്ളപ്പോൾ എടുത്തതാണെന്ന് പറയുന്നു. എന്നിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അവൾ മെയ് 1 എന്ന് പറയുന്നു. ക്യാപ്റ്റൻ കെ അത് ശരിയാണെന്ന് പറഞ്ഞ് ബുക്ക് അവൾക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് ജൂതന്മാരെക്കുറിച്ച് ജോജോ എഴുതിയ ആ ബുക്ക് അവർ കാണുന്നത്. ഇത് താൻ എഴുതിയ ബുക്കാണ് എന്ന് എൽസ പറയുന്നു. അവരൊക്കെ അത് വായിച്ച് രസിക്കുന്നുണ്ട്. അതിൽ നേതൻ എന്ന പയ്യനെ പല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. നേതനെ പറ്റി ജോജോ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് എൽസ അപ്പോഴാണ് അറിയുന്നത്. ആ ബുക്ക് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്തിട്ട് അവർ പോവുകയാണ്. നീ അവരെ പറ്റിച്ചു കളഞ്ഞു എന്ന് ജോജോ പറയുന്നു. ഇങ്ക് ജനിച്ചത് മെയ് 7-നാണ്, 1-നല്ല. ഞാൻ തെറ്റിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ക്യാപ്റ്റൻ കെ നമ്മളെ സഹായിക്കുകയായിരുന്നു. അവർ വൈകാതെ തിരിച്ചെത്തും. ഇങ്ക് മരണപ്പെട്ട കാര്യം മനസ്സിലാക്കി അവർ എന്നെ കൊന്നുകളയും. ഞങ്ങളുടെ ഇങ്ക് മരണപ്പെട്ട കാര്യം പലർക്കും അറിയില്ല. അതുകൊണ്ട് ഇന്നു മുതൽ നിനക്ക് എൻ്റെ ചേച്ചി ഇങ്കയായി ജീവിക്കാം എന്ന് ജോജോ പറയുന്നു. അടുത്ത സീനിൽ എൽസ അത്രയ്ക്ക് മോശം വ്യക്തിയല്ല എന്ന് ഹിറ്റ്ലറിനോട് പറയുന്നു. നീ എന്നോടും നമ്മുടെ പാർട്ടിയോടും വേണം കൂറ് കാണിക്കാൻ. ഒരു ജർമ്മൻ സോൾജറിനെ പോലെ പെരുമാറണം എന്ന് ഇമാജിനറി ഫ്രണ്ട് പറയുന്നു. അടുത്ത സീനിൽ വെളിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വരുന്ന ജോജോ ഒരു പൂമ്പാറ്റയെ കാണുന്നുണ്ട്. അതിൻ്റെ പിന്നാലെ പിന്തുടർന്നു പോയി ഒരു സ്ഥലത്ത് പോയി ഇരിക്കുകയാണ് ജോജോ. അവിടെ നിന്നും എണീക്കുന്ന ജോജോ കാണുന്നത് 2 കാലുകളാണ്. അത് തൻ്റെ അമ്മയുടെ കാലുകളാണ് എന്ന് അവൻ തിരിച്ചറിയുന്നു. അവൻ അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. അമ്മയുടെ കാലുകളിലെ ഷൂലേസ് അഴിഞ്ഞത് കണ്ട് അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ നാസിയുടെ ഭീകരത അവൻ തിരിച്ചറിയുന്നു. അടുത്ത സീനിൽ ജോജോ കത്തിയുമായി വരുന്നത് കാണിക്കുന്നു. എൽസയെ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്.
എൽസയെ ആ കത്തി ഉപയോഗിച്ച് കുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവനത് സാധിക്കുന്നില്ല. റോസിയുടെ മരണത്തിൽ എൽസ നിരപരാധിയാണ്. അവൻ അവിടെ കിടന്ന് കരയുകയാണ്. സത്യാവസ്ഥ മനസ്സിലാക്കിയ എൽസ അവൻ്റെ സങ്കടത്തിൽ പങ്കുചേരുന്നു. അടുത്ത സീനിൽ ജോജോയും എൽസയും ഒരുമിച്ചിരിക്കുന്നു. റോസി നാസിക്കെതിരെ പ്രവർത്തിച്ച കാര്യം ജോജോയെ അപകടത്തിലാക്കുമെന്ന് കരുതിയാണ് റോസി ജോജോയിൽ നിന്ന് എല്ലാം മറച്ചുവെച്ചത് എന്ന് എൽസ പറയുന്നു. എനിക്കിപ്പോൾ ഒന്നുമില്ലല്ലോ എന്ന് ജോജോയും. അത് കേട്ട് എൽസ അവളുടെ കഥ പറയുന്നു. ഞാൻ എൻ്റെ പാരൻസിനെ അവസാനമായി കണ്ടത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അവിടെ നിന്ന് ഞാൻ ഓടുകയായിരുന്നു. അച്ഛൻ്റെ ഒരു സുഹൃത്ത് എന്നെ ഒളിപ്പിച്ചു. പിന്നീട് അടുത്ത സുഹൃത്ത്. അങ്ങനെ അവസാനം നിന്റെ അമ്മയാണ് മുന്നോട്ട് വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ജീവനോടെ ഉള്ളത്. എൻ്റെ പേരൻസും ഒരിക്കലും തിരിച്ചു വരില്ല. ഇത് കേൾക്കുന്ന ജോജോ നീ സ്വതന്ത്രയായാൽ എന്തു ചെയ്യുമെന്ന് ചോദിക്കുന്നു. ഞാൻ ഡാൻസ് ചെയ്യുമെന്ന് എൽസയും. അങ്ങനെ യുദ്ധത്തിനിടയിൽ കുറച്ച് ദിവസങ്ങൾ കടന്നുപോകുന്നു. വെളിയിൽ കുറേ പട്ടാളക്കാർ കാവൽ നിൽക്കുന്നുണ്ട്. അവൻ്റെ നാട്ടിലും അമേരിക്കയുടെ ആക്രമണം എത്തിയിരിക്കുന്നു. യോർക്കി അടക്കം യുദ്ധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പല രാജ്യങ്ങളും ജർമ്മനിയെ ആക്രമിക്കാൻ ഇവിടെ എത്തുന്നുണ്ടെന്ന കാര്യം യോർക്കി ജോജോയോട് പറയുന്നു. ഹിറ്റ്ലർ മരണപ്പെട്ട വാർത്ത ജോജോയോട് അറിയിക്കുന്നു. അവർ നിൽക്കുന്നിടത്തും സോൾജേഴ്സ് ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവർ ഒരിടത്ത് പോയി ഒളിക്കുന്നു. അവരുടെ ഇൻസ്ട്രക്ടർ യോർക്കിക്ക് തോക്ക് നൽകി യുദ്ധത്തിലേക്ക് പറഞ്ഞുവിടുകയാണ്. ജോജോയോട് നാസിയുടെ ജാക്കറ്റ് ധരിക്കാനും പറയുന്നു. യുദ്ധത്തിൻ്റെ ഭീകരത അവൻ കണ്ടു നിൽക്കുകയാണ്. അതിനിടയിൽ ക്യാപ്റ്റൻ കെനെയും കാണുന്നുണ്ട്. ജോജോ തൻ്റെ ജീവനും കൊണ്ട് ഓടി ഒരിടത്ത് പോയി ഒളിഞ്ഞിരിക്കുകയാണ്. യുദ്ധം ശാന്തമാവുമ്പോൾ അവൻ പുറത്തിറങ്ങുന്നു. അവിടെ അമേരിക്കൻ കൊടി പറക്കുന്നത് കാണാം. ജോജോ നാസിയുടെ യൂണിഫോം ധരിച്ചിരുന്നത് കാരണം അവനെയും അറസ്റ്റ് ചെയ്യുകയാണ് അമേരിക്കൻ പട്ടാളക്കാർ. അവിടെ ക്യാപ്റ്റൻ കെയും തടങ്കലിലാണ്. ഇത് കണ്ട് ഭയപ്പെടേണ്ട എന്ന് ക്യാപ്റ്റൻ കെ പറയുന്നു. റോസി മരണപ്പെട്ടതിൽ തൻ്റെ സങ്കടം അറിയിക്കുന്നു. അവൾ നല്ലൊരു വ്യക്തിയായിരുന്നു. നീ എഴുതുന്ന ബുക്കുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട്, വളരെ ക്രിയേറ്റീവ് ആയിട്ടുണ്ട് എന്നൊക്കെ ക്യാപ്റ്റൻ കെ പറയുന്നു. അതിനിടയിൽ നാസിക്കാരെ കൊല്ലാൻ കൊണ്ടുപോകുന്നത് ക്യാപ്റ്റൻ കെ ശ്രദ്ധിക്കുന്നു. വീട്ടിലുള്ള നിന്റെ ചേച്ചി ഇങ്കയെ നീ നോക്കിക്കോളണം എന്ന് പറയുന്നു. എന്നിട്ട് ജോജോ ഇട്ടിരുന്ന ജാക്കറ്റ് അഴിച്ച് അവൻ ജൂ ആണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. പട്ടാളക്കാർ ക്യാപ്റ്റൻ കെയെ കൊല്ലാൻ കൊണ്ടുപോകുന്നു. ജോജോ ജൂവിഷാണെന്ന് കരുതി അവനെ വിട്ടയക്കുന്നു. അവൻ വെളിയിൽ നിൽക്കുമ്പോൾ അകത്ത് നാസികളെ കൊല്ലുന്ന വെടിയൊച്ച കേൾക്കുന്നു. അപ്പോൾ യോർക്കിയെ കണ്ടുമുട്ടുന്നു. താൻ നാസി പരിപാടി നിർത്തിയെന്ന് പറയുന്നു. യുദ്ധം അവസാനിച്ച കാരണം നിന്റെ ജൂയിഷ് ഗേൾഫ്രണ്ട് ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ടാവില്ലേ എന്ന് ജോജോയെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ പെട്ടെന്ന് വീട്ടിലെത്തിച്ചേരുന്നു. വെളിയിൽ ഇപ്പോൾ എന്തായി, സേഫാണോ എന്നൊക്കെ എൽസ ചോദിക്കുന്നു. ജോജോയാണെങ്കിൽ എന്ത് പറയണമെന്നറിയാതെ നിൽക്കുന്നു. ആരാണ് യുദ്ധത്തിൽ ജയിച്ചത് എന്ന് എൽസ ചോദിക്കുന്നു. അവളെ നഷ്ടപ്പെടുമെന്ന് കരുതിയാവണം അവൻ ജർമ്മനി ജയിച്ചു എന്ന് കള്ളം പറയുന്നു. എൽസയുടെ പ്രതീക്ഷ ഇല്ലാതാവുകയാണ്. ജോജോ അവൻ എഴുതുന്ന ബുക്കിൽ പല ചിത്രങ്ങളും നോക്കുന്നു. അവൻ നേത്തനിൽ നിന്നും കത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് അത് വായിച്ചു കൊടുക്കുന്നു. ആ പേപ്പറിൽ യാതൊന്നും എഴുതിയിട്ടില്ല. നീ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, മുന്നോട്ട് പോകണം. നീ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട് ജോജോ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവൻ നിന്നെ സഹായിക്കും. നിനക്ക് പാരീസിലോട്ട് വരാം. നീ ജോജോയെക്കുറിച്ച് ഓർത്ത് വെറീഡാവണ്ട, അവൻ ഓക്കെ ആയിക്കോളും എന്നൊക്കെ വായിച്ചു കൊടുക്കുന്നു. ഇത് കേൾക്കുന്ന എൽസ നേത്തൻ കഴിഞ്ഞ കൊല്ലം ട്യൂബർകുലോസിസ് വന്ന് മരണപ്പെട്ടു എന്ന് പറയുന്നു. ജോജോയോട് തൻ്റെ നന്ദി അറിയിക്കുന്നു. ഇത് കേൾക്കുന്ന ജോജോ എൽസയോടുണ്ടായിരുന്ന തൻ്റെ പ്രണയം കൺഫസ് ചെയ്യുന്നു. നീ എന്നെ വെറുമൊരു അനിയനായേ കാണുള്ളൂ എന്നെനിക്കറിയാം. കൂടാതെ നമ്മൾ തമ്മിൽ നല്ല ഏജ് ഡിഫറൻസുമുണ്ട്. എനിക്കും നിന്നെ വളരെ ഇഷ്ടമാണ്, പക്ഷേ ഒരു അനിയനായിട്ടാണ് എന്ന് മാത്രം. ഈ അനിയനെ നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ചെയ്യാൻ വഴിയുണ്ടാക്കാം. എൽസയോട് പോയി റെഡിയാവാൻ വേണ്ടിയിട്ട് ജോജോ പറയുന്നു. ഇവിടെ തൻ്റെ ഇമാജിനറി ഫ്രണ്ടായ ഹിറ്റ്ലർ ജൂയിഷിനെ പ്രണയിച്ചതിന് ചീത്ത പറയുന്നു. എന്നിട്ട് ജോജോയോട് പോയി നാസി വേഷം ധരിക്കാൻ പറയുന്നു. എന്നാൽ ജോജോ അത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അവൻ എതിർത്ത് പ്രതികരിക്കുകയാണ്. അടുത്ത സീനിൽ എൽസ വെളിയിൽ പോകാനായി തയ്യാറായി നിൽക്കുന്നത് കാണിക്കുന്നു. അവളുടെ ഷൂലേസ് അഴിഞ്ഞത് ശ്രദ്ധിക്കുന്ന ജോജോ അത് കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. വെളിയിൽ അമേരിക്കയുടെ കൊടിയും സോൾജിയേഴ്സിനെയും കാണുന്നു. ജർമ്മനി യുദ്ധത്തിൽ തോറ്റെന്നും അവൾ ഇപ്പോൾ ഫ്രീ ആണെന്നും അവൾ തിരിച്ചറിയുന്നു. കള്ളം പറഞ്ഞതിന് ജോജോയ്ക്ക് ചെറിയൊരു തല്ല് കൊടുക്കുന്നുണ്ട്. അത് താൻ ഡിസേർവിംഗ് ആണെന്നും ജോജോ പറയുന്നു. ഇനി നമ്മൾ എന്തു ചെയ്യുമെന്ന് ജോജോ ചോദിക്കുന്നു. അവസാനം രണ്ടുപേരും ഡാൻസ് ചെയ്യുന്നത് കാണിക്കുന്നു. അങ്ങനെ പല ട്രാജഡികളും നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു പുതിയ തുടക്കം കാണിച്ചുകൊണ്ട് ഹാപ്പി എൻഡിങ്ങോടുകൂടെ ഈ മൂവി ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തിയും ഇനിയുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുമൊക്കെ സപ്പോർട്ട് കാണിക്കണേ. അപ്പോൾ ബൈ.